ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിംഗ് വ്ളോഗാണ്. അന്ന് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഓരോ കേക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സിസ്റ്ററിൻ്റെ കൂടെ ബോർബൺ കേക്ക് ഉണ്ടാക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ ഇത് 2 പാക്കറ്റ് ബോർബൺ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തുനിന്ന് ബിസ്ക്കറ്റും ക്രീമും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കേസ് നമുക്ക് ഇനി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അന്ന് ഉണ്ടാക്കിയ പോലെ തന്നെ ഇച്ചിരി വെറൈറ്റി ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഇച്ചിരി മാവൊക്കെ ചേർക്കുന്നുണ്ട്, ഇച്ചിരി ഫ്ലോറൊക്കെ ചേർക്കുന്നുണ്ട്. ക്രീം നമുക്ക് ഗൈസ് നമ്മൾ ക്രീമും ബിസ്ക്കറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം. ഈ ക്രീമും നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ ഇതാക്കാം. ക്രീം ഇതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല, ക്രീം നമുക്ക് ഇപ്പം ഇച്ചിരി മാറ്റിക്കാം. എന്നിട്ട് നമുക്ക് ഇത് പൊടിച്ചിട്ട് വരാം. കമോൺ. ഓക്കെ ഗൈസ്, ഇതേ നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇത് മൊത്തം ഇടട്ടെ, മൊത്തമൊക്കെ പൊടിച്ചെടുക്കാൻ പാടാം. ഈ പൊടിച്ചപ്പം എന്തൊക്കെ ഇടും? പൊടിച്ച് ഇത് മൊത്തം ഇത് ഇട്ടിട്ടേ കടക്കി തുറന്ന് ബിസ്ക്കറ്റ് പൊടിക്കുക, പിന്നെ ബിസ്ക്കറ്റ് പൊടിക്കുക. ഓക്കെ, തുറന്നു കൊതി വിടാം. കൊതിയനായ നിങ്ങളെ വീട്ടിലുണ്ടോ കൊതിയനായ അനിയന്മാർ? പേടിയാണ്. ഇതായി കാണത്തില്ല. തുറക്കാൻ നമ്മൾ ശക്തി കൊടുക്കാം. ഇച്ചിരി ഇതൊക്കെ തട്ടിക്കാണ്. ഓക്കെ ഗെയ്സ്, ദേ നമ്മൾ ഇപ്പം പൊടിച്ചെടുത്തപ്പോൾ വളരെ കുറവാണ് ഗെയ്സ്, നമുക്കിപ്പം ശരിയാക്കാം. ഓക്കെ ഗെയ്സ്, ശരി ഗേസ്, നമുക്കിനി കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഇനി നമുക്ക് കുറച്ച് മൈദാമാവ് ചേർക്കുന്നുണ്ട്, കുറച്ച് പഞ്ചസാരയുടെ ആവശ്യം വരും. അങ്ങനെ നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഓക്കെ ഗെയ്സ്, നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഇനി മൈദ ഇട്ട് കൊടുക്കാം ഗെയ്സ്. ഒരു കപ്പ് മൈദയാണ് ഗെയ്സ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കാം. 85 ml. നമുക്കിനി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. കട്ട കിട്ടുന്നല്ലേ എന്താ പാല വെച്ചിട്ട് ഞാനാണേ എനിക്ക് തോന്നുന്നില്ല. തികേസ് അടുത്ത ഇളക്കകാരി വന്നിട്ടുണ്ട്, തേപ്പുകാരി ഇളക്കകാരി. പാലിക്കട്ടെ, നമുക്ക് മിൽമയുടെ പശുവും പാലെടുക്കാം. ഇച്ചിരി ഇച്ചിരി ചെയ്ത പോരെ. നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ പാല് വെച്ചു.
ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ചും കൂടെയും പാൽ അയച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല കട്ട ഉണ്ട് കേട്ടോ ബിസ്ക്കറ്റിൻ്റെ. പോകുന്നില്ല, ഇച്ചിരി പാൽ വേണ്ടേ? അറിയോ? മതി. ഓക്കെ ഗേസ്, ഇതേ നമുക്ക് മിക്സ് ചെയ്ത് ഈ പരുവായി വരണം ഗേസ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ബാറ്റർ ഒഴിക്കാനുള്ള പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഗേസ് ഈ ഒരു ബാറ്റർ ആക്കി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എന്നിട്ട് ബാറ്റർ ഒഴിക്കാനുള്ള പാത്രത്തിൽ ബട്ടർ പേപ്പർ വെക്കാം. നമുക്ക് പാത്രത്തിൻ്റെ സൈഡിൽ നെയ്യ് ഒഴിക്കും. മൊത്തം അതേ ഉള്ളൂല്ലേ? ഇത് ബബിൾസ് വന്നു. ഓക്കെ ഗേസ്, നമുക്ക് കുക്കറിനകത്ത് വെക്കാൻ. എനിക്ക് പേടിയാ, ഇത് വെക്കാൻ പറ്റുമോ? അടയ്ക്കാം. ക്രീം ഉണ്ടാകാം ഗേസ്, മേലെ ഡെക്കറേഷന് വേണ്ടി. അതിനോട് നമ്മൾ മാറ്റി വെച്ച് ക്രീം എടുക്കാം. അതിനും അവിടെ ബേക്കിംഗ് പരിപാടിയിലാണ്. നമുക്കിതിനകത്ത് കുറച്ച് പാൽ വെച്ച് കൊടുക്കാം. നമുക്കിനി മിക്സ് பண்ணலாம். നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം ഗീസ്. ഇച്ചിരി പാടാണ് ഗീസ് ചെയ്യാൻ. ഗേസ്, അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തോ ഗേസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, സൈഡൊക്കെ ഒന്ന് ഇതാക്കി എടുത്തിട്ട് ഇനി കമത്തി തട്ടാം ഗേസ്. ഗേസ് ദേ നമുക്കിനി ബട്ടർ പേപ്പർ ഊരി എടുക്കാം. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഗേസ്. ബേക്കിംഗ് സോഡ ഇട്ടുകൊണ്ട് കല്യാണമൊക്കെ ഇരിക്കുന്നു ഗേസ്. ചെറിയൊരു കട്ടിയുണ്ട് ഗേസ്. കല്യാണമൊക്കെ കട്ടിയുണ്ട്. നമുക്ക് തൊട്ട അലിഞ്ഞു പോകും. എന്നാലും നമുക്ക് ഇതിനകത്തേക്ക് ഫോർക്കിട്ട് കുത്താം ഗേസ്. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചപ്പോൾ ഒരു കട്ടി അങ്ങ് പോവും. നല്ല സോഫ്റ്റ് ആവും. നല്ല സോഫ്റ്റ് തന്നെ. പുറത്തോട്ട് ഈ ഒരു ഭാഗത്ത് എന്താണെന്ന് അറിയാമോ, നമ്മൾ ബട്ടർ കുറച്ചേ തേച്ചിട്ടുള്ളൂ. അതിൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ നല്ലൊരു കട്ടി വന്നത്. പക്ഷെ അകത്തോട്ട് കുഴപ്പമില്ല ഗേസ്. അകത്ത് അടിപൊളിയാണ്. വായിൽ വെച്ചാൽ അലിഞ്ഞിറങ്ങും. അത് കഴിച്ചിട്ട് പറയാം. ആയിരിക്കും, അങ്ങനാണല്ലോ. അപ്പം ഗേസ് നമുക്കിനി നല്ല രീതിക്ക് ഫോർക്കിട്ടൊന്ന് കുത്തി കൊടുക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് ഓക്കെ കഴിച്ചു. ഓക്കെ ഗേസ്, നമുക്ക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ നമുക്കിനെ ചോക്ലേറ്റ് കഴിച്ച് കൊടുക്കാം. പിടിയിടാ, ഇവിടെ അടിപിടി, നീ അടിപിടി.
ഗേസ് ഞങ്ങൾ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, കേക്കൊന്നും ഉണ്ടാക്കി അത്ര പരിചയമൊന്നും ഇല്ലാത്ത. മതി എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല. Oh my god. ഇത്തിരി എഴുതാണ്ട് ചൂട് സാവ് കുഴപ്പമില്ല. Come on. Come on. മുതിരുവാ. ക്യാമറമാൻ നേരത്തെ നിനക്ക് കൊളക്കോസുള്ള ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. നിനക്ക് ഇത് ഞാൻ എടുത്തിട്ട് ഇത് നിനക്ക് ഓക്കെ. എനിക്ക് കിട്ടിയില്ല. എനിക്ക് നേരത്തെ കിട്ടിയില്ല, ഞാൻ കഴിച്ചു മൊത്തം മതിയത്. ഗേസ് നിങ്ങൾ നിങ്ങളുടെ അതിനകത്ത് 2 മുട്ടയും കൂടെ ബീറ്റ് ചെയ്ത് ചേർത്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ. ഞാണ്ട് എവിട്ടിരുന്നതാ ഇത്? ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നതാ ഇത്. അത് വേണോ? വേണോന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാ അല്ലെങ്കിൽ പക്ഷെ മത്തടിക്കുന്നതല്ലേ. ഗെയ്സ് നമുക്ക് 2 മുട്ടയും കൂടെ ബീറ്റ് ചെയ്ത് ചേർത്തതിന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നേനെ. അപ്പോൾ കാലിയായ വഴി അറിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.